ഏലിയൻസ് എക്സ്ട്രാ ടെറസ്ട്രിയലിസം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരുപാട് സിനിമകളിലെ രംഗങ്ങൾ മാത്രമായിരിക്കും. നമ്മുടെ സമൂഹത്ത് ഒരുപാട് ആൾക്കാർ ഇതൊക്കെ വെറും സയൻസ് ഫിക്ഷൻ മാത്രമാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു സയൻസ് പേഴ്സൺ എന്ന നിലയിൽ നമ്മുടെ യൂണിവേഴ്സിന്റെ സ്കെയില് എത്ര മാസീവ് ആണെന്ന് ചെറിയ രീതിയിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ഭൂമിനെ പോലെ തന്നെ എത്ര പ്ലാനറ്റ്സ് നമ്മുടെ യൂണിവേഴ്സിൽ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിലും ഈ പറയുന്ന ഏലിയൻസും നോൺ ഹ്യൂമൻ ഇന്റലിജൻസും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീയിങ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അതിനോട് ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരുപാട് ഇൻസിഡൻസും ഒരുപാട് UFO സൈറ്റിങ്സും നമ്മുടെ ലോകമെമ്പാടും ആർക്കും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ഇൻസിഡൻസ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ റീസൺ എന്തായിരിക്കും? ഇതിന്റെയൊക്കെ മീനിങ് എന്തായിരിക്കും? ഞാൻ ഇതിനു മുമ്പ് UFOനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൺക്ലൂഷൻ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇതിനെ പറ്റിയിട്ട് കറക്റ്റ് സയന്റിഫിക് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് ഇല്ലാത്തടത്തോളം കാലം ഇതൊരു ഏലിയൻ ഒറിജിൻ ആണെന്നോ ഇതൊരു നോൺ ഹ്യൂമൻ ഇന്റലിജന്റ് ഒറിജിൻ ആണെന്നോ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഇവയെ പറ്റി ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷൻ നമ്മുടെ ഗവൺമെന്റ് മാത്രമായിരിക്കും. അങ്ങനെ കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ DC വെച്ച് നടന്ന ഒരു ഹിയറിംഗിൽ ഒരുപാട് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് കേൾക്കാൻ പറ്റിയത്. US ഹൗസ് ഓവർസൈറ്റ് കമ്മിറ്റിയിൽ വെച്ച് നടന്ന UAPനെ പറ്റിയിട്ടുള്ള ഒരു ഹിയറിംഗിൽ വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുള്ളത്. അതായത് ഒരുപാട് ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ വായിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീണ് കിട്ടി എന്നുള്ളതാണ് ശരിക്കും വാസ്തവം. ഇത്രയും നാളെ നമ്മുടെ ലോകമെമ്പാടും കണ്ടുവന്ന UFO സൈറ്റിങ്സ് UFO എൻകൗണ്ടേഴ്സ് ഒക്കെ നമ്മുടെ തോന്നല് മാത്രമാണ്. അത് യാതൊരു രീതിയിലുള്ള സയന്റിഫിക് റെലവൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയായിരുന്നു ഇത്ര നാളെ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ അവരുടെ വായിൽ തന്നെ നമുക്ക് ഈ ഒരു ഹിയറിംഗിൽ നിന്ന് കേൾക്കാൻ പറ്റിയെന്നുള്ളതാണ് വാസ്തവം. പെന്റഗണിലത്തെ ഫോർമർ ഇന്റലിജൻസ് ഓഫീസർ ആയ ലൂയിസ് എലസോണ്ടോ അദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണിയിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇദ്ദേഹം ഉറപ്പിച്ച് വിശ്വസിക്കുന്നത് UAP എന്ന് പറയുന്നത് ശരിക്കും റിയൽ ആയിട്ട് നടക്കുന്ന ഒരു ഫിനോമിനനാണ്, ഒരു തരത്തിലുള്ള ഗവൺമെന്റ് ഉണ്ടാക്കി വിടുന്ന ഒരു സംഭവം അല്ലെന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. അതായത് ഈ പറയുന്ന UFO കാര്യങ്ങളൊക്കെ ഒരു മാൻമെയ്ഡ് ക്രിയേഷൻ അല്ല, എന്തോ നോൺ ഹ്യൂമൻ ഇന്റലിജന്റ് ക്രിയേഷൻ ആണെന്നാണ് ഇദ്ദേഹം ഫേംലി ഉറച്ച് വിശ്വസിക്കുന്നത്. അത് ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണിയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. അതുമാത്രമല്ല ഒരുപാട് UFO എൻകൗണ്ടേഴ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കീ പോയിന്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് സാധിക്കാത്ത പല കാര്യങ്ങളും ഈ ഒരു UFOക്ക് കഴിയുന്നുണ്ട്. അതായത് ഒരു പൊടിക്ക് സൗണ്ട് ഇല്ലാണ്ട് അവർക്ക് ഹോവർ ചെയ്യാൻ പറ്റുന്നുണ്ട്, പല തരത്തിലുള്ള ആക്രോബാറ്റിക് മൂവ്മെന്റ്സ് നടത്താൻ പറ്റുന്നുണ്ട്. നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള നമ്മൾ ഉപയോഗിച്ച് വരുന്ന എയർക്രാഫ്റ്റിന് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സ്പീഡ് അതിനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, ഇൻസ്റ്റന്റ് ആയിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു 1000 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു ജെറ്റാണ് ഒരു സംഭവം എന്ന് വിചാരിച്ചോ, ആ സംഭവം പെട്ടെന്ന് തന്നെ ലെഫ്റ്റിലേക്ക് ഒടിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിക്കുക. അത് നമ്മുടെ കൺവെൻഷണൽ എയറോഡൈനാമിക്സ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു സംഭവം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പറ്റണമെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആ ഒരു മെഷീന് വേണം. അത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഒരിക്കലും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് ഐ വിറ്റ്നസ് ടെസ്റ്റിമോണിയിലും കാര്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഡിസ്ക്രിപ്ഷൻസ് വളരെയധികം കോമൺ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി അനുസരിച്ച് സൗണ്ട് ഇല്ലാണ്ട് ഒരു സംഭവത്തിന് ഒരിക്കലും ഹോവർ ചെയ്യാൻ പറ്റില്ല. മാഗ്നറ്റിക് ലെവിറ്റേഷൻ ഇങ്ങനെ ചെറിയ ക്വാണ്ടിറ്റീസിൽ ഒഴിച്ച് ഒരിക്കലും സൗണ്ട് ഇല്ലാണ്ട് ഇത്ര ഹൈറ്റിൽ ഭൂമിക്ക് അപ്പുറമൊക്കെ പോകാൻ ഒരിക്കലും കഴിയില്ല. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ്, അതായത് ഇവരുടെ കയ്യിലുള്ള ടെക്നോളജി എന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല. അതായത് 2024 ഒരു 1000 വർഷമെങ്കിലും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഇവരുടെ കൈവശമുണ്ട്. അതായത് മിനിമം നെഗറ്റീവ് മാസ് അല്ലെങ്കിൽ ആന്റി ഗ്രാവിറ്റി അല്ലെങ്കിൽ പല ഡയമെൻഷനിൽ സഞ്ചരിക്കാൻ കഴിയുന്ന എന്തോ ഒരു ടെക്നോളജി ഇവരുടെ കൈവശം ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഈ പോയിന്റ് ഉറപ്പിച്ച് പറയാനുള്ള ഒരു റീസൺ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഭൂമി ഏകദേശം 4.5 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആണ്. അപ്പൊ നമ്മുടെ ഭൂമി ഉണ്ടാവുന്നതിന് മുമ്പേ വേറെ എവിടെയോ ഡിസ്റ്റന്റ് ആയിട്ട് ഒരു സ്റ്റാറിന് ഹാബിറ്റബിൾ സോണിൽ ചുറ്റുന്ന നമ്മുടെ ഭൂമിനെ പോലെ തന്നെ ഒരു പ്ലാനറ്റ് ഉണ്ടായിരുന്നിരിക്കാം. അവിടെ നമ്മുടെ ഭൂമിയിൽ ലൈഫ് എമർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് എമർജ് ചെയ്ത് ഇവോൾവ് ആയി വന്നിട്ടുണ്ടാവാം. അത് നമ്മുടെ 2024 പോട്ടെ ഈ ഒരു കഴിഞ്ഞൊരു 100 വർഷം ഗ്യാപ്പിൽ അവർക്ക് നല്ല രീതിയിലുള്ള ടെക്നോളജി അച്ചീവ് ചെയ്തിട്ട് അവർ പല തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ട്രാവൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അവർക്ക് എന്തായാലും ഇത്രയും കൂടുതൽ അഡ്വാൻസ്മെന്റ് വേണ്ടുള്ള ഹെഡ് റൂം അവർക്ക് കിട്ടിയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടെക്നോളജിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണെന്നാണ് ശരിക്കും ആസ് എ സയൻസ് പേഴ്സൺ എനിക്ക് തോന്നുന്നത്. അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെറും ഗിമിക്കോ അല്ലെങ്കിൽ നമ്മുടെ തോന്നൽ മാത്രമല്ല, എന്തോ റിയൽ ആയിട്ട് സംഭവിക്കുന്നുണ്ടെന്ന് ഞാൻ ശരിക്കും എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള സയന്റിഫിക് അനാലിസിസ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് UFO UAP ഒക്കെ ഞാൻ ശരിക്കും തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റി വെച്ചത്. പക്ഷേ ഇത് ശരിക്കും റിയൽ ആയിട്ടുള്ള സംഭവമാണെന്നാണ് ഞാൻ ശരിക്കും ഇപ്പോഴും വിശ്വസിക്കുന്നത്. ലൂയിസ് എലസോണ്ടോയുടെ ടെസ്റ്റിമോണിയിൽ പുള്ളി ചെറിയൊരു സൂചന കൂടി തന്നിട്ടുണ്ടായിരുന്നു. അതായത്
ഈ പറയുന്ന നോൺ ഹ്യൂമൻ ഇന്റലിജൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ പറയുന്ന എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സ്പേസ് ഷിപ്പ് നിങ്ങൾ കൺസിഡർ ചെയ്യാം, അതിനെ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് ഹ്യൂമൻ ടെക്നോളജിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടെന്നും, അതായത് അവരുടെ കൈവശമുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി നമ്മൾ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തെടുക്കുന്നുണ്ടെന്നുള്ളതും അത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് വലിയൊരു തലവേദന ആയിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടും അദ്ദേഹം ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന UFO എവിടെ ക്രാഷ് ഒക്കെ ചെയ്തു നിങ്ങൾ വിചാരിക്കുക, ആ സംഭവം നമ്മുടെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈ സീക്രട്ട് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ കൈവശം വന്നെത്തിയെന്ന് വിചാരിക്കുക. അവർ ഇതിന്റെ അകത്തുള്ള ടെക്നോളജി എങ്ങനെയെങ്കിലും മനസ്സിലാക്കി എടുത്തിട്ട് ആ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിനെയാണ് ശരിക്കും റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത്. ഇത്തരത്തിലുള്ള ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഒരു ഗവൺമെന്റ് ബോഡിയുടെ കൈവശം ഉണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു മോണോപോളി പോലെ ആയിട്ട് മാറില്ലേ. അതായത് ഇത്രയും 1000 വർഷങ്ങൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കൈവശമുള്ള ഒരു സ്ഥലത്തെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇതിനു മുമ്പ് ഇദ്ദേഹം അഡ്വാൻസ്ഡ് എയറോസ്പേസ് ത്രെറ്റ് ഐഡന്റിഫിക്കേഷൻ പ്രോഗ്രാം ലീഡ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവിടെ നിന്നപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യമാണ്, ഗവൺമെന്റ് ഒരിക്കലും പബ്ലിക്കിനോട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ട്രാൻസ്പെറന്റ് ആയിരുന്നില്ല എന്നുള്ളത്. അതായത് പുറം ലോകമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഡിസ്കസ് ചെയ്യില്ല എന്നുള്ള ഒരു സംഭവം ഇദ്ദേഹത്തിന് മനസ്സിലായി. ആ ഒരു സംഭവം ഈ ടെസ്റ്റിമോണിയിൽ ഇദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ പേടി തോന്നിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മിലിറ്ററി സൈറ്റുകളിലും അത്യാവശ്യം സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ UAPയുടെ മോണിറ്ററിങ് വളരെയധികം കോമൺ ആയിട്ട് നടക്കുന്നുണ്ടെന്നുള്ളത്. അതായത് ഒരു നേവൽ ബേസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചോ, അതിന്റെ മുകളിൽ ഈ പറയുന്ന അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഫ്ലൈയിങ് ഒബ്ജക്ട്സ് ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഇദ്ദേഹം ആ ടെസ്റ്റിമണിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ഈ പറഞ്ഞ പോയിന്റിനെ മാത്രം വെച്ചിട്ട് ഒരുപാട് ചാനൽസ് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. ഒരുപാട് വീഡിയോസും ഒരുപാട് ടെസ്റ്റിമോണീസും ഒരുപാട് ഐ വിറ്റ്നസും നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ലൂയിസ് എലസോണ്ടോടൊപ്പം ഒരു ജേർണലിസ്റ്റും ഓതറുമായ മൈക്കിൾ ഷെലൻബർഗറും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണിയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് സീക്രട്ട് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇതിന്റെ പേരാണ് ഇമ്മാക്കുലേറ്റ് കോൺസ്റ്റലേഷൻ. ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് ഈ പറയുന്ന ഇമ്മാക്കുലേറ്റ് കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പ് ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ UFOനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഐ വിറ്റ്നസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെയാണ്. അതായത് UFOന്റെ ഇമേജ് റെക്കോർഡ്സ് ഒക്കെ എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്ത് അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസും റിപ്പോർട്ട്സും ഒക്കെയാണ് ശരിക്കും ഈ ഒരു ഇമ്മാക്കുലേറ്റ് കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്ത് ശരിക്കും സ്റ്റഡി ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരിക്കലും പബ്ലിക്കിനോട് ട്രാൻസ്പെറന്റ് ആയിരുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരുപാട് മിലിറ്ററി പേഴ്സണൽസിന്റെ സീനിയേഴ്സിന്റെയും UAP എൻകൗണ്ടേഴ്സും ഐ വിറ്റ്നസസും കാര്യങ്ങളൊക്കെയാണ് ഇവർ മെയിൻ ആയിട്ട് കളക്ട് ചെയ്തിരുന്നത്. ഇമ്മാക്കുലേറ്റ് കോൺസ്റ്റലേഷന്റെ ഒരു PDF നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഒരു ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നാണ് നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഞെട്ടിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇത്രയും കാലത്തെ അവരുടെ സ്റ്റഡീസിൽ നിന്ന് റിപ്പോർട്ട്സിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ആ ഒരു PDF കൊടുത്തിരിക്കുന്നത്. അതിന്റെ ചെറിയൊരു ബ്രീഫിംഗ് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഈ PDF-ന്റെ 5ാമത്തെ സെക്ഷനിലത്തെ ലാസ്റ്റ് പേജ് നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന UFOന്റെ ഷേപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അതായത് സ്ഫെറിക്കൽ ഷേപ്പ് വരുന്നുണ്ട്, ഓർബിന്റെ ഷേപ്പ് കണ്ടുവരുന്നുണ്ട്, ഡിസ്ക് ഷേപ്പ് അല്ലെങ്കിൽ ഒരു സോസറിന്റെ ഷേപ്പ്. അതായത് ഒട്ടുമിക്ക കോമൺ ആയിട്ടുള്ള കാർട്ടൂണുകളിൽ സിനിമയിലൊക്കെ കണ്ടുവരുന്ന ഒരു ഫ്ലൈയിങ് സോസറിന്റെ ഒരു ഷേപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓവൽ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ടിക് ടാക്ക് ഷേപ്പ് ഉള്ള ഒരു ഫ്ലൈയിങ് ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വളരെയധികം കോമൺ ആയിട്ട് കണ്ടുവരുന്ന ട്രയാങ്കുലർ ഫോർമേഷനിലുള്ള ഒരു UFOനെ കണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം ബൂമറാങ് അല്ലെങ്കിൽ ആരോ ഹെഡ് ഷേപ്പ് ഉള്ള ഒരു UFOനെ കണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇറഗുലർ അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള രീതിയിലുള്ള UFOനെ കണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവരുടെ സ്റ്റഡിയിൽ നിന്ന് ഇവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഷേപ്പുകളാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. സൈസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറിയ ഒബ്ജക്റ്റ് പോലെ കുറെ മീറ്റേഴ്സ് ലെങ്ത് ഡയമീറ്റർ ഉള്ള ഒബ്ജക്റ്റുകൾ വരെ ഇതിൽ പറയുന്നുണ്ട്. സ്പീഡിനെ പറ്റിയിട്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സ്പീഡ് ഈ ഒരു ഒബ്ജക്റ്റിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും ഫിസിക്കലായിട്ട് യാതൊരു പ്രൊപ്പൽഷന്റെ യാതൊരു സൗണ്ടും ഇല്ലാണ്ടാണ് ഇത്തരം ഒബ്ജക്റ്റ് ഇത്തരത്തിലുള്ള മെനൂവേഴ്സ് ഒക്കെ എയറിൽ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ മീനിങ് എന്താണെന്ന് നമ്മുടെ ലോജിക് ഉപയോഗിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. കളറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക രൂപങ്ങളും ഒരു തരത്തിൽ മെറ്റാലിക് ആയിട്ടുള്ള ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു സർഫസ് ഉള്ള ഒരു സംഭവമായിട്ടാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ വൈറ്റ് കളറിൽ പറയുന്നുണ്ട്, ഗോൾഡൻ കളറിൽ പറയുന്നുണ്ട്, അങ്ങനെ പല കളറിലും ഇത് കണ്ടുവരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ ഒരു ഒബ്ജക്റ്റിന്റെ സർഫസ് ഡീറ്റെയിൽ അടക്കം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് സ്മൂത്ത് സർഫസ് ആണ്, ചിലതിന് ചില ഓപ്പണിംഗ് ഉണ്ടെന്നും പറയുന്നുണ്ട്, പലതും പല തരത്തിലുള്ള ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഈ 15 പേജിലുള്ള PDF നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതിന്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഇമാക്കുലേറ്റ് കോൺസ്റ്റലേഷൻ ഗൂഗിൾ അടിച്ചു നോക്കുക. അതിന്റെ 2ാമത്തെ ലിങ്ക് നിങ്ങൾക്ക് ഞെക്കിക്കഴിഞ്ഞാൽ ഈ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കാം.
UFOയുടെ ഡിസ്ക്രിപ്ഷനോടൊപ്പം തന്നെ ഒരുപാട് ഐ വിറ്റ്നസ് ടെസ്റ്റിമോണീസും ഇതിനോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ച് മനസ്സിലാക്കിയെടുക്കുക. മൈക്കിളിന്റെ ടെസ്റ്റിമോണിയിൽ ഇദ്ദേഹം പറഞ്ഞ വേറൊരു പോയിന്റ് ആണ് അതെനിക്ക് ലോജിക്കലായിട്ട് തോന്നിയത്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് പബ്ലിക്കിനോട് ട്രാൻസ്പെറന്റ് ആയില്ലെങ്കിൽ ഗവൺമെന്റിനോടുള്ള നമ്മുടെ ട്രസ്റ്റ് കുറഞ്ഞു വരുന്നുള്ളത്. അത് ശരിക്കും നല്ലൊരു പോയിന്റ് ആണ് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞത്. കാരണം നമ്മൾ ഡെയിലി കാണുന്ന ഒരുപാട് കാര്യങ്ങളാണ് ശരിക്കും ഈ പറയുന്ന UAP കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ അധികം കണ്ടുവരുന്നില്ലെങ്കിലും വിദേശത്തൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സൈറ്റിംഗ് ആണ്. അപ്പൊ ഇതിന്റെ റീസൺ എന്താണ്, ഇതിന്റെ ഒറിജിൻ എന്താണ്? ഇത് വെറും ഒരു കോൺസ്പിറസി തിയറി മാത്രമാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തുണ്ട്. അപ്പോ ഇതിന്റെ ശരിക്കുമുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഇതിന്റെ ശരിക്കുമുള്ള റിപ്പോർട്ടുകളൊക്കെ പബ്ലിക്കിനോട് ട്രാൻസ്പെറന്റ് ആവണം എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. അത് നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇവരോടൊപ്പം തന്നെ ഒരു ഒഫീഷ്യൽ ഐ വിറ്റ്നസും ഈ പറയുന്ന ടെസ്റ്റിമോണിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ കാര്യം കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. 2015 ഒരു നേവൽ എക്സസൈസിൽ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റിനെ കാണുന്നത്. വളരെയധികം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഫ്ലൈയിങ് ക്യാരക്ടറിസ്റ്റിക്സ് പോസസ് ചെയ്തിരുന്ന ഈ ഒരു ഫ്ലൈയിങ് ഒബ്ജക്റ്റിന്റെ ബിഹേവിയർ കണ്ടിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ അന്തം വിട്ടുപോയി എന്നുള്ളതാണ് ശരിക്കും നടന്നത്. ഈ ഒരു ഇൻസിഡന്റിന്റെ ഭാഗമായിട്ട് ഈ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചിട്ടുള്ള ഒരു മെയിൽ ഇദ്ദേഹത്തിന് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മെയിൽ അദ്ദേഹം വായിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇദ്ദേഹം ഈ ടെസ്റ്റിമോണിയിൽ പറയുന്നുണ്ട്. പക്ഷെ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഈ മെയിൽ പിറ്റേ ദിവസം പോലും വാനിഷ് ചെയ്തു പോയി എന്നുള്ളതാണ്. അതിന്റെ ഒരു ട്രേസ് പോലും ഇല്ലാണ്ട് അത് അവിടെ നിന്ന് ഇല്ലാണ്ടായി പോയി എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ മീനിങ് എന്താണെന്ന് നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ച് ആലോചിച്ച് നോക്കുക. ഈ 3 പേരോടൊപ്പം ഫോർമർ നാസ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള മൈക്കിൾ ഗോൾഡും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണിയിൽ ഇദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ നാസ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് അൺഫോൾഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതായത് ഇവരുടെ കൈവശമുള്ള ടെക്നോളജിയും ഇവരുടെ കൈവശമുള്ള ഇമേജിംഗ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നാസ ഗവൺമെന്റുമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇദ്ദേഹം പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് നാസ ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന ടെസ്റ്റിമോണീസും കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് അനലൈസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും എന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. അത് ശരിക്കും നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നാസയുടെ കയ്യിൽ നല്ല രീതിയിലുള്ള ഇമേജിംഗ് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് അൺഫോൾഡ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ എന്തായാലും എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ നാസ ഒഫീഷ്യലി പറയുന്നത് ഈ പറയുന്ന എക്സ്ട്രാ ടെറസ്ട്രിയൽ ആക്ടിവിറ്റി ഒന്നും ഇതുവരെയായിട്ടും അവർ എൻകൗണ്ടർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ആ പറഞ്ഞത് ഒരു നുണയാവാനാണ് സാധ്യത. കാരണം ഇത്തരത്തിലുള്ള ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബീയിങ്സ് നമ്മുടെ ഭൂമിയുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടെന്ന് നമ്മുടെ പബ്ലിക്കിന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിലുള്ള ഗ്ലോബൽ പാനിക്കിന് ഇടയാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കിനോട് ഇങ്ങനെ ഒളിച്ചു വെക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ എത്ര കാലം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പബ്ലിക്കിനോട് ഇങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റും? കാരണം കഴിഞ്ഞ ദിവസം വളരെ ഹൈ ഡെഫിനേഷൻ ആയിട്ടുള്ള ഒരു UFO ഫുട്ടേജ്, അത് കുവൈറ്റിൽ നിന്ന് ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് എടുത്ത നല്ലൊരു UFO ഫുട്ടേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരുടെ കണ്ണ് നല്ലിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. വളരെയധികം ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയതുകൊണ്ട് തന്നെ പബ്ലിക്കിന് ഒരിക്കലും അത് കാണാൻ കഴിയില്ല. അതിന്റെ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ശരിക്കും ഒരു തരത്തിലുള്ള മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല. അത് ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. അതായത് ഒരു ഫ്രെയിമിലേക്ക് എന്തോ ഒരു ഡിസ്ക് ഷേപ്പുള്ള ഒരു ഓർബ് ഇങ്ങനെ കയറി വരുന്നതും അതിനുശേഷം വേറൊരു ഓർബ് ഇതേ ഫ്രെയിമിലേക്ക് തന്നെ തിരിച്ചു വരുന്നതൊക്കെ ആയിട്ടാണ് ശരിക്കും ആ ഒരു വീഡിയോയുടെ അകത്ത് കാണാൻ കഴിയുന്നത്. ഏകദേശം 13 മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു വീഡിയോ ക്ലിപ്പ് ആയിരുന്നു. അതും നല്ല ഹൈ ഡെഫിനേഷനിൽ. ഇത്രയും നാളെ നമുക്ക് കിട്ടിയിരുന്ന വളരെ ബ്ലർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പിക്സലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ഒന്നും അല്ല നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. വളരെയധികം ക്ലാരിറ്റി ഉള്ള ഇമേജസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഹിയറിംഗിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ വേറൊരു സംഭവമാണ്, അതായത് ഇവർക്ക് ബയോളജിക്കൽ ആയിട്ടുള്ള എവിഡൻസസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു റോബോട്ടിക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. ഇവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന UFO ഈ പറയുന്ന ഫ്ലൈയിങ് ഓർബ്സും കാര്യങ്ങളെല്ലാം ശരിക്കും അതിന്റെ അകത്ത് ആരും തന്നെ ഉണ്ടാവില്ല. അതൊരു ഓട്ടോണോമസ് ആയിട്ടുള്ള ആരും ഉണ്ടാക്കിയെടുത്ത നോൺ ഹ്യൂമൻ ഇന്റലിജൻസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയെടുത്ത എന്തെങ്കിലും ഓട്ടോണോമസ് ആയിട്ടുള്ള ഡ്രോൺ പോലത്തെ സംഭവങ്ങൾ ആവാനാണ് സാധ്യത. അതാണ് ഇവർ ഇതിൽ നിന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർസിലത്തെ ഡേറ്റ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർസ് റോവറിനെ ഒരുപാട് സാറ്റലൈറ്റിനെ മാർസിന് ചുറ്റും ഓർബിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഓട്ടോണോമസ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ്. അതായത് ഒരു ഡ്രോൺ പോലത്തെ സിസ്റ്റംസ് ആണ്. ചിലപ്പോൾ അതുപോലെ നമ്മുടെ ഭൂമിയിലത്തെ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ച ഒരു ഓട്ടോണോമസ് സിസ്റ്റം ആയിരിക്കാം ഇത്. അതാണ് എനിക്ക് ആ ടെസ്റ്റിമോണിയിൽ നിന്ന് മനസ്സിലായ വേറൊരു പോയിന്റ്. ദൈവത്തിന്റെ വിശ്വാസത്തിന്റെയൊക്കെ ഒറിജിൻ, അതിന്റെ സ്റ്റാർട്ടിങ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള എന്റെ അന്വേഷണം ഒരു സീരീസ് പോലെ ഞാൻ ഒരു 10-12 വീഡിയോസോളം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന ഒരേ ഒരു സംഭവമാണ് ഈ പറയുന്ന ഏൻഷ്യന്റ് ആസ്ട്രോനോട്ട് തിയറി.
അതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള എവിഡൻസസ് ഒക്കെയാണ് ഇപ്പൊ നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഏലിയൻസ് ഒക്കെ ശരിക്കും ഒരു റിയൽ ആയിട്ടുള്ള സംഭവങ്ങളല്ല, അത് ഈ പറയുന്ന ഏൻഷ്യൻ ആസ്ട്രോണോട്ട് തിയറി ഒക്കെ വെറും ഫേക്ക് ആണ്, അത് ശരിക്കും ഒരു സ്റ്റോറി മാത്രമാണെന്നൊക്കെ ഞാൻ ഒരുപാട് കമന്റ്സ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറയുന്ന ഗവൺമെന്റിലത്തെ ആൾക്കാർ തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് തോന്നുന്നത്, അത് നിങ്ങളൊന്ന് മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് സിൻസിയർ ആയിട്ട് എന്താണ് തോന്നുന്നത്, അത് മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു കമ്മ്യൂണിറ്റി പോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഏലിയൻ UFO എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ഇൻസിഡന്റ് എന്ന് പറയുന്നത് 1947 റോസ്വെല്ലിൽ നടന്ന ഒരു UFO ക്രാഷിന്റെ ഒരു ഇൻസിഡന്റ് ആണ്. നമ്മുടെ ലോകമെമ്പാടും ഗ്ലോബൽ സെൻസേഷൻ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരുന്നു ശരിക്കും റോസ്വെല്ലിലത്തെ ആ ഒരു UFO ക്രാഷിന്റെ ഒരു ഇൻസിഡന്റ്. അതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അത് മാത്രമല്ല, എനിക്കൊരു കൺക്ലൂഷൻ പോലെ പറയാനുള്ള വേറൊരു സംഭവം എന്താ വെച്ചാൽ, ഈ പറയുന്ന UFO, UAP, ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ശരിക്കും ഒരു കോൺസ്പിറസി തിയറി മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ഇത് ഒരു കോൺസ്പിറസി തിയറി അല്ല, ഇത് ശരിക്കും റിയാലിറ്റിയാണ്. നമ്മുടെ ലോകത്ത് സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഐ വിറ്റ്നസ് ടെസ്റ്റിമോണീസ് ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതായത് നിങ്ങൾ ജസ്റ്റ് റാൻഡം ആയിട്ടുള്ള വീഡിയോസ് ഒന്നും കാണരുത്, ഡോക്യുമെന്ററി സീരീസിലുള്ള വീഡിയോസ് മാത്രം കാണാൻ ശ്രമിക്കുക. അതിൻ്റെ അകത്ത് അവർ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ കേട്ടതിന് ശരിക്കും നമ്മുടെ തല തന്നെ കറങ്ങിപ്പോകും. അപ്പോൾ നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.